الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد فعن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم من تاب قبل أن تطلع الشمس من مغربها تاب الله عليه رواه مسلم മഹാനായ സഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി കാണാൻ സാധിക്കും. മൻ താബ ഖബല അൻ തത്ലുഅ അശംസു മിൻ മഗ്രിബിഹാ, സൂര്യൻ അതിൻ്റെ പടിഞ്ഞാറിൽ നിന്ന് ഉദിക്കുന്നതിന് മുമ്പായി ആരെങ്കിലും അള്ളാഹുവിലേക്ക് തൗബ ആവശ്യപ്പെട്ട് മടങ്ങിയാൽ താബല്ലാഹു അലൈഹി, അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ തൗബയെ സ്വീകരിക്കുന്നതാണ്. ഹദീസ് ഉദ്ധരിച്ചത് ഇമാം മുസ്ലിം. ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെട്ടെന്ന് തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങാൻ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഈ ഹദീസിൽ ഖിയാമത്ത് നാളിൻ്റെ ഒരു അടയാളമാണ് പറയുന്നത് സൂര്യൻ അതിൻ്റെ പടിഞ്ഞാറിൽ ഉദിച്ചു വരുന്നത് വരെ. പറഞ്ഞാൽ ഖിയാമത്ത് നാൾ വരെ അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെയും അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തിൻ്റെയും കവാടങ്ങൾ തുറന്നിരിക്കുന്നതാണ്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ തൗബയിലേക്ക് മത്സരിച്ച് മുന്നേറുവാനും ഞങ്ങൾ കൽപ്പിക്കപ്പെട്ടതുപോലെ വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങൾ അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തിനെ ആവശ്യപ്പെട്ടുകൊണ്ട് മത്സരിച്ച് മുന്നോട്ട് പോവുക എന്നതുപോലെ നാം തൗബയെ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങാൻ ധൃതി കാണിക്കണം. ഞങ്ങളുടെ ജീവിതത്തെ ഭൂരിഭാഗവും തെമ്മാടിത്തരത്തിലും മോശത്തരത്തിലും കഴിച്ചു കൂറ്റിയത് കൊണ്ടോ ഞങ്ങൾ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ഞങ്ങളുടെ പൂർവികനായ അഹ്ലുസുന്നയുടെ പണ്ഡിതനായ ഫുദൈൽ ബിൻ ഇയാദ് 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ചു മരിച്ചുപോയ പണ്ഡിതനാണ് അദ്ദേഹത്തിൻ്റെ 40-ാം വയസ്സ് വരെ അദ്ദേഹം വൈക്കൊള്ളക്കാരനും മോഷ്ടിക്കുന്ന പെറുകള്ളനായിരുന്നു. അദ്ദേഹം ഒരു രാത്രിയിൽ ഒരു വീട്ടിലേക്ക് മോഷ്ടിക്കാൻ വേണ്ടി കടന്നപ്പോൾ അദ്ദേഹം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഗ്രന്ഥത്തിൽ നിന്നുള്ള ഒരു ആയത്തിനെ കേൾക്കാനിടയായി. അലം യഅനി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സ്മരിച്ചുകൊണ്ട് മുഅ്മിനീങ്ങളുടെ ഹൃദയമൊന്നു കീഴടങ്ങാൻ, അല്ലാഹുവിനനുസരിച്ച് ജീവിക്കാൻ ഇന്നും സമയം എത്തിയിട്ടില്ലയോ എന്ന് അല്ലാഹുവിൻ്റെ ആ ചോദ്യമുള്ള ആയത്ത് അദ്ദേഹം കേൾക്കാനിടയായി. അങ്ങനെ അദ്ദേഹം ആ സമയം മുതൽ തന്നെ വീട്ടിലേക്ക് മടങ്ങുകയും ആ മടങ്ങുന്ന സന്ദർഭത്തിൽ വഴിയിൽ അദ്ദേഹം ആ ആയത്താൽ അദ്ദേഹത്തിനെ വല്ലാതെ വിഷമിപ്പിക്കുകയും വല്ലാതെ ബേജാറാക്കുകയും ചെയ്തു. അദ്ദേഹം ചിന്തിച്ചു, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോട് തന്നെയാണോ പറഞ്ഞതെന്ന് വിചാരിച്ചുകൊണ്ട് അദ്ദേഹം പെട്ടെന്ന് 2 റക്അത്ത് നിസ്കരിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങി. പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതം അദ്ദേഹം അള്ളാഹുവിൻ്റെ അനുസരിച്ച് ജീവിക്കുകയും അള്ളാഹുവിൻ്റെ ദീന് പഠിക്കുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹത്തിന് കിട്ടിയ പ്രതിഫലം, അദ്ദേഹത്തിന് ശേഷം വന്ന മുഅ്മിനീങ്ങൾ അദ്ദേഹത്തിൻ്റെ പേരോർത്താൽ റഹ്മത്തുള്ളാഹി അലൈഹി എന്ന് പറയുന്ന ഘട്ടമാണ് ഞങ്ങൾ കാണാൻ സാധിക്കുന്നത്. ഇത്രയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ മാറ്റാനുള്ള കാരണം എന്താണ്? അദ്ദേഹം അള്ളാഹുവിലേക്ക് പെട്ടെന്ന് തൗബ ചെയ്ത് മടങ്ങിയത് കാരണമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞങ്ങളും അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങാൻ ധൃതി കാണിക്കുകയും അതിൽ മത്സരിച്ച് മുന്നേറുകയും ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.